Audience. എന്നെ എന്തിനാ നോക്കുന്നത്? പറ, എന്താ കാര്യം എന്താന്ന് പറ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വേണ്ട, ചോദിക്കണ്ട. ഞാൻ കടയിലെ പറ്റുണ്ടെങ്കിൽ ഞാൻ പറ്റി തീർക്കും. എവിടെ പറ്റി തീർക്കൂടാ നീ? ഞാൻ ചെടിച്ചട്ടി വെച്ച് ഞാൻ ഇറങ്ങിട്ടോ. കടയിലെ പറ്റി തീർക്കുന്നത് ഇവിടുത്തെ നിങ്ങളുടെ പറ്റല്ല, ഞാൻ മേടിക്കുന്ന പറ്റി ഞാനല്ലേ തീർക്കുന്നത്. അതെന്താ, നീ എന്തൊക്കെയാ മേടിക്കുന്നത്? ബാബുവിന്റെ കടയിൽ പോയി എനിക്ക് ബേക്കറി സാധനം മേടിച്ചതിന്റെ പൈസ ഞാൻ കൊടുത്തിട്ടില്ലേ? തയ്യക്കടയിൽ നിന്ന് മേടിച്ചു. നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്കും നിനക്ക് വയറ് വിശക്കുമ്പോ നീ ലഡുവും ജിലേബിയും അതും ഇതും മേടിച്ചു തിന്നിട്ടുണ്ടെങ്കിൽ അതും കൊടുക്കണോ ഞങ്ങള്? അത് കൊടുക്കണ്ട. അതേപോലെ ഈ തുണിക്കാരന്റെ പറ്റി ഞാൻ തീർത്തോളാം. എന്തിനാ എന്നിട്ട് തീർക്കാത്തത്? അത് പൈസ വരുമ്പോ കൊടുക്കും. ഞാൻ ചോദിച്ചോട്ടെ, എന്റെ പറ്റി നിങ്ങളെ പറ്റി തമ്മിൽ എന്ത് ബന്ധം? ഞാൻ എന്റെ റോസ്മേരിക്കും പിള്ളേരിക്കും എനിക്ക് ഈ ഒരു കൈലി എടുത്ത് അതിന്റെ പൈസ ഞാൻ കൊടുത്തോളാം അവന്റെ അടുത്ത് പറഞ്ഞാണല്ലോ. പിന്നെന്താ ഇപ്പൊ പ്രശ്നം? എന്താ അയാൾ എന്നെ കാണുമ്പോ ചീത്ത വിളിക്കുന്നത്? അതിന് അമ്മ ഇല്ലല്ലോ, റൊണാൾഡോങ്കിലല്ലേ. അത് അയാൾക്ക് മനസ്സിലാവണ്ടേ? അവർ റൊണാൾഡോങ്കിൾ വിളിച്ചു പറ, ഇനി തങ്കത്തെ അവനോട് പറഞ്ഞ എനിക്ക് വേറെ ബുക്ക് എടുത്ത് തന്നവൻ പറഞ്ഞു. ഞാൻ വേറെ ബുക്കാക്ക് എന്റെ ഇവരുടെ കൂട്ടത്തിൽ എഴുതല്ലേ, കലിപ്പാവും. അന്നേരം അവൻ പറഞ്ഞു അണ്ണന് വേറെ വീടില്ലല്ലോ ഉണ്ടായി, ഈ വീട്ടിലല്ലേ. അവര് വന്ന് അവനോട് ചോദിച്ചു വെക്കാം കാര്യം. അത് വേണം, ഞാൻ ചോദിക്കാം. അത് നമ്മള് തമ്മിടോട്ടുള്ളൂ. എങ്ങനെയുണ്ടായി പാലുകാച്ച? എങ്ങനെയുണ്ടായി? ബിരിയാണിയൊക്കെ തിന്ന് അവിടെ വയറ് ഡമ്പലിരിക്കും. ഭയങ്കര അടിപൊളിയായിരുന്നു. പിടിക്ക് പോ. സാരിനെ പറ്റി വല്ലതും പറഞ്ഞ? സാരിനെ പറ്റിയാ? അവിടെ എല്ലാരും പറഞ്ഞു, മൈക്ക് വെച്ച് പറയുമായിരുന്നു. ലില്ലിപ്പെണ്ണ് എടുത്തിരുന്ന സാരി എന്ത് സൂപ്പർന്ന്. പിന്നെന്താ വെച്ചാൽ ബിരിയാണി കഴിച്ച് വയറ് നിറച്ചിരിക്കുവായിരുന്നു. ആര് കഴിച്ച് ബിരിയാണി? പാലുകാച്ചിന് പോയിട്ട് ബിരിയാണി കഴിക്കാൻ എനിക്ക് മനസ്സിലായിരുന്നു. വെറുതെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ കൊണ്ടുപോയതല്ലേ എന്നെ. വിഗ്രഹമൊക്കെ പ്രതിഷ്ഠിക്കത്തില്ല, അതുപോലെ എന്നെ കൊണ്ട് ഒരു സ്ഥലത്ത് ഏട്ടൻ ഇങ്ങനെ പ്രതിഷ്ഠിച്ച് എന്നിട്ട് എവിടെയെങ്ങാണ്ട് പോയി. ചേച്ചിയെടുത്ത് ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞില്ലേ ചേച്ചി ഞാൻ പോണില്ല എന്ന്. ഏട്ടൻ എത്ര നിർബന്ധിച്ച എന്നെ. ഏട്ടൻ എന്നിട്ട് അവിടെ ചെന്നിട്ട് കൂട്ടുകാരന്മാരോട് പോയി കളഞ്ഞ്. ഞാൻ അവിടെ ഒറ്റയ്ക്ക് വായിട്ട് നോക്കി നിൽക്കുന്നു കൊറേ അമ്മച്ചിമാരുടെ കൂടെ. കൂട്ടുകാരന്മാരുടെ ഭാര്യമാരായിട്ട് വന്നവരൊക്കെ അവരവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇത് ഒറ്റയ്ക്ക് 2-3 എണ്ണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ ഏട്ടൻ നിൽക്കുമായിരുന്നു. അപ്പൊ നിനക്ക് വിളിക്കായിരുന്നില്ല? എത്ര പ്രാവശ്യം വിളിച്ച് ഇടക്കിടക്ക് വന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആരുടെ കൂടെ എങ്കിലും പോയെന്ന് അറിയാൻ വേണ്ടി വന്നിങ്ങനെ ഹാജര് വെക്കും. ഉണ്ടായിവിടാ, ശരി ഇപ്പൊ വരാവേ എന്ന് പറഞ്ഞ് പോകും. മക്കള് കഴിക്കാതിരിക്കേണ്ട കാര്യം കഴിക്കാൻ എനിക്ക് വിശപ്പില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ഒറ്റക്ക് പോയി കഴിക്കണം. ഞാൻ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചാ പോരെ. എന്നെ എന്തിനാ കൊണ്ടുപോയത്? ഫംഗ്ഷനൊക്കെ പോകുമ്പോ അങ്ങനല്ലേ ലില്ലി മോളെ? അല്ല അങ്ങനല്ല. പോയി ചെയ്ത തെറ്റാന്ന് മനസ്സിലായി, അതുകൊണ്ടാ പോയത്. ബാക്കി ഞാൻ അവിടെ ചെന്ന് കൊടുത്തോളാം. റോസ്മേരിയിൽ നിന്ന് അകന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതിന്റെ കുട്ടൻസ് മനസ്സിലായോ? അല്ല, നമ്മൾ പറഞ്ഞു വന്ന കാര്യം കഴിഞ്ഞില്ല. നമ്മള് പറഞ്ഞു തന്ന കാര്യം എന്താ കഴിയുക? എന്റെ കുഞ്ഞിപ്പങ്ങളുടെ വിഷമം കണ്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ഇൻസ്റ്റാൾമെന്റ് കാര്യം പറഞ്ഞു തന്നാ മതിയോ? എന്ത് മര്യാദ? അവള് വിഷമിച്ച അവള് പോയേക്കുന്നവള്. ഒന്നുപോലും ഇല്ലല്ലോ ഇവിടെ നല്ലത്. ഞാനുണ്ട്. ഓ എന്റെ അമ്മോ, ഞാനുണ്ട്. നീ അല്ലെങ്കിലും ഉണ്ട്, എനിക്കറിയാം. വേറെ ആരെയും പറയണ്ട, ഒരാളെയും പറയണ്ട, എന്നെ പറഞ്ഞാൽ മതി. എത്ര പ്രാവശ്യം എനിക്ക് അനുഭവം കിട്ടിയിട്ടുണ്ട്, എത്ര പ്രാവശ്യം. അപ്പോഴൊന്നും ഞാൻ കേട്ടിട്ടില്ല. പിന്നെയും പോവും ഒരുങ്ങിക്കെട്ടി. എന്ത് കാര്യത്തിനാണാവോ? ഉത്സവപ്പറമ്പിൽ ആനനെ കെട്ടി നിർത്തണ പോലെ എല്ലാവർക്കും കാണാനായിട്ട് പ്രദർശന വസ്തുവായിട്ട്. കുറെ എണ്ണങ്ങൾ വന്നിട്ടുണ്ട് ഹസ്ബൻഡും വൈഫുമായിട്ട്. അവരൊക്കെ ഇരുന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇത് ആരും വന്നിട്ടില്ലാത്തവരുടെ കൂടെ ഒറ്റക്ക് പോയി നിൽക്കണം. എന്നിട്ട് ഇടക്കിടക്ക് വന്നിങ്ങനെ കൈ കാണിക്കും, ഹായ് എന്ന് പറഞ്ഞിട്ട്. എന്തിനാണാവോ? ഈ ഒരു സ്ഥലത്ത് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിലായിരിക്കും ഞാൻ പറഞ്ഞതാണ് വരുന്നില്ല എന്ന്. അപ്പൊ എന്നെ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. തോർത്ത് വിടണ്ടായിരുന്നല്ലോ, അതോടെ പോയി. ഏട്ടാ എഴുന്നേറ്റേ. ഏട്ടാ, ഒരാൾ മനസ്സ് വിഷമിച്ച് ഇവിടെ കിടന്ന് ഒച്ച എടുക്കുമ്പോഴത്തേക്ക് എങ്ങനെ ഏട്ടന് ഉറങ്ങാൻ പറ്റുന്നത്? ഇത് ഉറക്കമൊന്നും അല്ല, ഉറക്കം നടിക്കുക. ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ പറ്റത്തില്ല. ഏട്ടാ എഴുന്നേറ്റേ. എനിക്ക് ഇന്നറിയണം എന്തിനാ എന്നെ അവിടെ കൊണ്ടുപോയത്. ഏട്ടാ എഴുന്നേറ്റേ, എഴുന്നേക്കാൻ. അങ്ങനെ ഇത് കള്ള ഉറക്കമാണെന്ന് എനിക്കറിയാം. എഴുന്നേറ്റേ. ഞാൻ പറയുന്ന കാര്യമേ കേട്ടിട്ട് ഏട്ടന് എഴുന്നേ ഉറങ്ങിയാൽ മതി. എഴുന്നേറ്റേ.
എഴുന്നേക്ക്, എഴുന്നേക്ക്. ഓ ഏട്ടാ എഴുന്നേറ്റ്. എന്റെ കൈ വിരല് എന്റെ വിരലിലെന്തോ പറ്റിട്ടാ. നിവർത്താൻ പറ്റുന്നില്ല. എന്താ പറ്റിയത്? ഞാൻ ഏട്ടനെ പിടിച്ച് വലിച്ചില്ലേ, വിരലിലെന്തോ പറ്റിയെന്ന് തോന്നുന്നു. നീ തമാശ കാണിക്കല്ലേ? നീ സത്യം എന്റെ കൈ അനക്കാൻ പറ്റുന്നില്ല. നോക്കി പറ്റാനില്ല ഭയങ്കര വേദനയുണ്ട്. നല്ല വേദനയുണ്ട് കേട്ടോ. പിടിച്ച് വലിച്ചപ്പോ എന്താ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വേണ്ട, സങ്കടപ്പെടണ്ട, നമുക്ക് ആശുപത്രി പോവാം. പയ്യ എഴുന്നേറ്റ് അവിടെ ഒന്നും ചെയ്യണ്ട. നിവർത്താൻ പറ്റുന്നില്ല കൈ. പയ്യ സൂക്ഷിച്ചതില്ലേ. പേരെന്താ? ലില്ലി അല്ലേ? ആക്ച്വലി ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? ഇതോട് എടുക്കുന്ന ഇത് ബാഗ് എടുത്തപ്പോഴാണ്. പിന്നെ വെയിറ്റ് ഉള്ളൊരു ബാഗ് ഉണ്ടായിരുന്നു റൂമിലെ. അല്ല, കറക്റ്റായിട്ട് എന്താണ് സംഭവിച്ചത്? എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ബാഗ് എടുത്താണ്. റൂമിലൊരു ബാഗ് ഇരിപ്പുണ്ടായിരുന്നേ. അപ്പൊ പെട്ടെന്ന് ഞാനത് പിടിച്ചിങ്ങനെ വള്ളി പിടിച്ചിങ്ങനെ പൊക്കിയതാ. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഒരു ബാഗ് എടുത്താൽ എന്തായാലും ഇങ്ങനെ സംഭവിക്കില്ല. എന്താണ് സംഭവിച്ചത്? കറക്റ്റായിട്ടുള്ള കാര്യം പറയൂ. കുഴപ്പമില്ല, പറയൂ. നെർവസ് ആവണ്ട, കാര്യം പറഞ്ഞു. അല്ല, ഇങ്ങനെ ബാഗിനെ പ്രതീക്ഷിച്ചതിനും അത്രയും വെയിറ്റ് ഉണ്ട്. ഞാൻ വെച്ച് ചെറിയ വെയിറ്റ് ഇല്ല എന്ന് വിചാരിച്ചു, പക്ഷെ പെട്ടെന്ന് പൊക്കി കഴിഞ്ഞപ്പോഴാണ് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഇതാരാണ്? ഹസ്ബൻഡാണ്. ഒരു ലില്ലി ഒരു 2 മിനിറ്റ് പുറത്തേക്ക് ഇരിക്കും. ഇല്ല, ടെൻഷൻ ആവാനൊന്നുമില്ല. കുറച്ച് ഹസ്ബൻഡിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. റെസ്റ്റ് എടുത്തോളൂ, പെയിൻ ഉണ്ടല്ലോ, റെസ്റ്റ് എടുക്കും. ഓ പേടിക്കണ്ട, നെർവസ് ആവണ്ട, പുറത്തോട്ടിരുന്നു. പേരെന്താ പറഞ്ഞ? കനകൻ. ആക്ച്വലി കനകൻ, ഇപ്പം ശരിക്കും ലില്ലിക്ക് ഇങ്ങനെ സംഭവിച്ചത് നന്നായി. ഇല്ല, ഞാൻ പറഞ്ഞു വരട്ടെ. അതുകൊണ്ടാണ് ഞാൻ ഈ എക്സ്റേ എടുക്കാൻ പറഞ്ഞതും. നമുക്ക് എക്സ്റേ എടുത്തതുകൊണ്ട് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റി. കാരണം ടെൻഷൻ ആവണ്ട, ഞാൻ പറയുന്ന ഇപ്പോൾ ലില്ലിക്ക് എത്ര വയസ്സായി? 36. ഓ, അത്രയേ ഉള്ളല്ലേ. ഈ സമയത്ത് എന്തായാലും ഇങ്ങനെ വരേണ്ട കാര്യമില്ല. എന്താ ബാഗ് വലിച്ചെടുത്തപ്പോഴാണല്ലേ ഇത് സംഭവിച്ചത്. അതായത് ലില്ലിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ നമ്മുടെ ജോയിൻസിൻ്റെ ഇടയിൽ എല്ലുകൾ ദ്രവിക്കുന്ന ഒരു അസുഖമാണ് ഉണ്ടായിരിക്കുന്നത്. അതിപ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റ് നിൽക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് സംഭവിച്ചാൽ വളരെ നന്നായത്. നമുക്ക് തുടർന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി വരും. ബയോപ്സിക്കൊക്കെ നമുക്ക് അയക്കേണ്ടി വരും. കാരണം ഞാൻ പറഞ്ഞു തരട്ടെ, ടെൻഷൻ ആവരുത്. കുറച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും നമുക്ക് ഉടനെ ചെയ്യണം. എന്നാണെന്ന് വെച്ചാൽ പറ്റുമെങ്കിൽ നാളെ ആണെങ്കിൽ നാളെ തന്നെ നമുക്കിതെല്ലാം ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ ഇവിടെ നിന്ന് ബാധിച്ചതേ ഉള്ളൂ. ഇത് പിന്നെ ഇതിന് നമ്മളിനി ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബോഡി ഫുള്ളായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. കനകൻ എന്തായാലും ലില്ലിയോട് ഇത് അവതരിപ്പിക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ ലില്ലിയുടെ അടുത്ത് പുറത്തിരിക്കാൻ പറഞ്ഞത്. നമുക്കെന്തായാലും ഇമ്മീഡിയറ്റ് ആയിട്ട് ടെസ്റ്റുകളൊക്കെ ചെയ്യണം. അതിന് നമുക്കൊരു ലാഗ് വരുത്താനുള്ള ടൈമില്ല നമുക്ക്. ഓക്കെ, ഞാൻ പറയുന്നത് കനകന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ എന്താണെന്നുള്ള തീരുമാനം എടുക്കാനുള്ള സമയമില്ല നമുക്ക്. ട്രീറ്റ്മെൻറ്റ് ഉടനെ തുടങ്ങണം. എന്തിനായിട്ടാ എന്നോട് ഡോക്ടർ പുറത്തിരിക്കാൻ പറഞ്ഞു?
എന്ത് പറഞ്ഞു ചേട്ടനോട്? എന്താ പറഞ്ഞത് അവര്? ഡോക്ടർ എന്താ പറഞ്ഞത്? ഇനി എന്തൊക്കെ ചെക്കപ്പ് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്തിനാ ഇനിയിപ്പോ എക്സ്റേ എടുത്തില്ലേ? കൈക്ക് ചെറിയ പൊട്ടലുണ്ടോന്ന് പറയുകയും ചെയ്തു. എന്തുവാ എന്തേട്ടനെ കണ്ണൊക്കെ നിറയണ? എന്തുറ്റി? അമ്മ എന്തിനാ അമ്മ കരയുന്നത്? അമ്മ കരഞ്ഞില്ലല്ലോ. അല്ല വെള്ളം വേണല്ലോ. അതെ, നമുക്ക് ഭയങ്കര കയ്യില് വേദന, അതുകൊണ്ട് കരഞ്ഞതാ. കൈക്ക് വേദന എടുക്കുന്നു. ഇച്ചിരി വേദന എടുക്കുന്നു, അതുകൊണ്ട് കരഞ്ഞതാ. അമ്മ കരയാറുണ്ട് അമ്മ. എടാ ഡാ എന്നാ അവളെന്തി എന്തെടുക്കുക? കനക ചെവിയും പൊട്ടിപ്പോയി. അവളെന്തെടുക്കുവാന്ന്? ഇവനെന്നെ കാണിക്കണേ? രണ്ട് കഷ്ണം അപ്പം തിന്നേ. ബാ ഉറങ്ങുന്ന ഉറങ്ങട്ടെ. അഡ്മിഷൻ എടുത്തല്ലേ അപ്പൊ പോയി? അപ്പൊ എപ്പോഴായിരിക്കും പോകുന്നത് നീ? ഓ, അതിന് മുമ്പ് ഒരു ദിവസം വായോ. കോളേജ് ഉണ്ടോ നീ? ആണോ? ഓ അടിപൊളി. ഞാൻ വിളിക്കാവേ. അമ്മ ഓ നിന്നെ ഇതാ മാമൻ വന്ന്. ഞാൻ വിളിക്കാം. ഡാ ഞാനിപ്പോ ചോറങ്ങ് കൊണ്ടുവരാവേ.
എന്തേ പറഞ്ഞു? നമ്മളിനി എന്ത് ചെയ്യും? കനക, എന്താണ് നമുക്കിങ്ങനെ വന്നത്? നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ. അവളെന്ത് ചെയ്യും? കൊച്ചേ, നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ കൂടി നോക്കാം. നീയല്ലേ എപ്പോഴും പറയണത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് കൂടി നോക്കണം. പോയി വേദന എങ്ങനെയുണ്ട്? വേദന ചെറുതായിട്ടുണ്ട്. ഓക്കെ. വേദനയ്ക്ക് ഗുളിക വല്ലതും കഴിച്ചിരുന്നു? നേരത്തെ അസൈക്ലോ കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് കുറവുണ്ടോ? കുറവുണ്ട്, എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ ചെറുതായിട്ട് വേദനയുണ്ട്. ഓക്കെ. ഇത് പെട്ടെന്ന് മാറിക്കോളും. ചെറിയൊരു ഹെയർലൈൻ ആണോ? ഒരു ഹെയർലൈൻ ഫ്രാക്ചറേ ഉള്ളൂ. ഞാൻ വേറൊരു വേദനയുടെ ഗുളിയും കൂടെ എഴുതി തരാം. ഒരു വിറ്റാമിൻ ഗുളിയും കൂടെ ഒന്ന് പെട്ടെന്നാവാൻ കാൽസ്യത്തിൻ്റെ ഒരു ഗുളിയും കൂടെ തരാം. ഓക്കെ. ഒരാഴ്ച കഴിക്കൂ. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതങ്ങ് മാറ്റാം. ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ വന്നാൽ മതി. വേറെ വേദനയുടെ ഗുളിക വേദനയുള്ള 2 ദിവസം കഴിക്കുക. വിറ്റാമിൻ കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഒന്ന് വന്നാൽ മതി. മരുന്ന് എഴുതിയിട്ടുണ്ടേ. വേറെന്തെങ്കിലും ടെസ്റ്റ് എന്തെങ്കിലും വേണ്ട. ഒരു ചെറിയ ഹെയർലൈൻ ഫ്രാക്ചർ അല്ലേ ഉള്ളത്. ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്ത് പറ്റി? വേറെ പറഞ്ഞോളൂ. എന്തേ ഡോക്ടർ, ഇതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കൂ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയൊരു ഹെയർലൈൻ ഫ്രാക്ചർ, അത്രേ ഉള്ളൂ. തുറന്നു പറഞ്ഞു. എന്ത് പ്രശ്നം? എന്തെങ്കിലും വേറൊന്നും കാണുന്നില്ല ഇതിനകത്ത്? ഇല്ല, അതേ ഉള്ളൂ. എന്താ രണ്ടുപേരും ഒരു ടെൻഷൻ പോലെ? ഈ എല്ല് പൊടിയുന്ന അങ്ങനെ എന്തെങ്കിലും ഇതിനകത്ത് വേറെ എന്തെങ്കിലും ചെക്കപ്പ് വല്ലതും വേണ്ടി ഒരു ടെസ്റ്റ് എന്തെങ്കിലും? ഒന്നുമില്ല ഇതിനകത്ത്. ഞാനൊന്നും കാണുന്നില്ല. അങ്ങനത്തെ ഉള്ളതൊന്നുമില്ല. ഒരു ചെറിയ ഹെയർലൈൻ ഫ്രാക്ചർ, ബാക്കിയൊക്കെ നോർമലാണ്. അത് നിങ്ങൾ ആ ഒരു ഇതിൽ പറ്റിയെന്ന് പറഞ്ഞില്ലേ, അത് അങ്ങനെ പറ്റിയതായിരിക്കാം. അല്ല, നമ്മൾ നേരത്തെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞിങ്ങനെ എല്ല് പൊടിയുന്ന എന്തോ ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും കാണുന്നില്ല. അത് നിങ്ങൾ ആരെടുത്താ പോയത്? വല്ല വ്യാജന്മാരും വല്ലതും ആണോ? അടുത്തുള്ള എന്തായാലും ഇത് കണ്ടിട്ട് ആരും പറയാൻ സാധ്യതയില്ല. ഈ എക്സ്റേ തന്നെയല്ലേ നിങ്ങൾ കാണിച്ചത്? തന്നെയായിരുന്നു. ഈ എക്സ്റേ കണ്ടിട്ട് എന്തായാലും നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനത്തെ ഒരു അസുഖവും ഇല്ല. ചെറിയൊരു ഹെയർലൈൻ ഫ്രാക്ചറേ ഉള്ളൂ. അതിന് ഇതൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ 2 മരുന്നും കഴിച്ചാൽ മതി. അല്ല, അങ്ങനെ ഉണ്ട്. അപ്പം ബയോപ്സിക്കൊക്കെ വിടണമെന്നാ പറഞ്ഞത്. ബയോപ്സിയോ? ഏയ്, അങ്ങനെയൊന്നും ആരും പറയാൻ സാധ്യതയില്ല. അപ്പം നിങ്ങളെ ആരോ പറ്റിച്ചതാണെന്നാൽ സാധാരണ ഒരു ഡോക്ടർ പറയാൻ സാധ്യതയില്ല. അപ്പം ആരോ പറ്റിച്ചതാണ്. അതെ, ഞാൻ 2-3 പ്രാവശ്യം നോക്കി. അതെ, ഉറപ്പാണ്. ഞങ്ങൾ കുറേ ദിവസം ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു ഡോക്ടർ. അയ്യോ, നിങ്ങൾ എന്നാ മറ്റേ ഡോക്ടർ എന്തോ പറ്റിച്ചതാണ് കേട്ടോ. എന്തോ ടെൻഷനൊക്കെ. ഇപ്പൊ ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ഈ വേദനയൊക്കെ ഇപ്പൊ പൊയ്ക്കോളും കേട്ടോ. ഇതിലൊന്നുമില്ല. ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ ഒരിക്കലും പറയാൻ പാടില്ലല്ലോ. എനിക്ക് കറക്റ്റ് കാര്യം പറഞ്ഞല്ലേ പറ്റുള്ളൂ. നിങ്ങൾ അതിന്റെ പേരിലാണോ ഈ ടെൻഷൻ അടിച്ചിരിക്കുന്നേ? അല്ല, അപ്പൊ ആ ഡോക്ടർ പറഞ്ഞ് ഇത് എടുക്കുമല്ലോ, ഇത് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ബയോപ്സിക്ക് വിടാന്നാ പറഞ്ഞത്. ഏയ്, ഒരിക്കലും ഇല്ല. അപ്പൊ ഞങ്ങളാണ് പിന്നെ വേറൊരു ഡോക്ടറെയും കൂടെ ഒന്ന് കണ്ടിട്ട് തീരുമാനം എടുക്കാമെന്ന് വിചാരിച്ചു. ഓ, അത് ശരിയാ. അത് പക്ഷേ നിങ്ങളെന്തായാലും ഒരു പുള്ളി പറ്റിച്ചതാണ് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ കേസ് വല്ലതും കൊടുക്കുകയോ ഫയൽ ചെയ്യുകയോ ചെയ്യുക. കേസ് ഫയൽ വല്ലതും ചെയ്യുക. നിങ്ങൾ ഇത്രയിട്ട് കഷ്ടപ്പെടുത്തി പറയുന്നത് എന്തായാലും അയ്യോ, ഇത്രയും വിഷമിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പം എന്തായാലും ധൈര്യമായിട്ടിരിക്കും കേട്ടോ. 2 പേരും ഒന്നും പേടിക്കാനൊന്നുമില്ല.
ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ സമാധാനമായിട്ട് പോയിക്കോളൂ. ഇതിപ്പോൾ പൊക്കോളൂ, ഒരാഴ്ച കഴിഞ്ഞ് പോകുന്നവരെ. ഹാപ്പി ആയില്ലേ? ഓക്കെ, മരുന്ന് കഴിച്ചോളൂ. ഇല്ല ഹാപ്പി ആയില്ലേ? വിഷമമൊക്കെ മാറിയില്ലേ? ഓക്കെ, അടുത്ത ആഴ്ച കാണാം. താങ്ക് യു. ഒന്നും ഞാൻ പറഞ്ഞില്ല, ഒന്നും കാണുന്നില്ല. Audience.